ആൽക്കഹോൾ കഴിച്ചാൽ നമ്മുടെ ബ്രെയിനിനെ ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ ആക്ഷൻസ് നോർമലി നടക്കത്തില്ല. അപ്പം നമ്മളെല്ലാം വിചാരിക്കും ആൽക്കഹോൾ കഴിക്കുന്നവർ പെട്ടെന്ന് പാട്ട് പാടുന്നു, കരയുന്നു, സന്തോഷിക്കുന്നു, അതെന്താണ്? അതായത് ഈ ആൽക്കഹോൾ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, അതായത് നെറ്റിയുടെ പുറകിൽ വരുന്ന ഫ്രോണ്ടൽ ലോബിനെയാണ് ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. ഈ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഈ നോർമലി സോഷ്യലി അക്സെപ്റ്റബിൾ ആയ രീതിയിൽ പെരുമാറുന്നത്. ആ ഫ്രോണ്ടൽ ലോബ് ശരിക്കും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അഡോളസൻസ് അഡ്വഞ്ചറസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അവർക്ക് ആ തിങ്കിങ്ങിൻ്റെ അങ്ങനെ നമ്മുടെ ബിഹേവിയറിന് ഒരു ഇൻഹിബിറ്ററി കൺട്രോളാണ് ഫ്രോണ്ടൽ ലോബ്സിനുള്ളത്. അപ്പം നമ്മൾ മദ്യം കഴിക്കുമ്പം ചെറിയ അളവിൽ അത് ആദ്യം പോകുന്ന ഈ ഫ്രോണ്ടൽ ലോബിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനം വയ്ക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇമോഷൻ കൺട്രോൾ പോയ കണക്ക് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അത് എല്ലാവരും പറയത്തില്ല, ഇൻഹിബിഷൻസ് ഇല്ലാത്ത കണക്ക് പെരുമാറുന്നു. പാട്ട് പാടാൻ ഒരു കഴിവില്ലാത്തവർ പാട്ട് പാടുന്നു, പിന്നെ എവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു, എന്ത് വേണേ ചെയ്യുന്നു എന്നുള്ള ഇത് വരുന്നത് ആ ഫ്രോണ്ടൽ ലോബിന്റെ കൺട്രോൾ പോകുന്നുണ്ട്. അപകടം സംഭവിച്ചാൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് പോലും കാണാം. അവർക്ക് ഒരു പൊസിഷൻ, ലോക്കൗട്ട് പൊസിഷനിലായി കട്ടിലിൽ നിന്ന് പകുതി പുറത്താ, അപ്പൊ ശ്വാസമുട്ടലൊക്കെ വരുന്നെങ്കിലും അവർക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റത്തില്ല. വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പറ്റാതെ പോകും. ഈ ഡ്രൈവിങ്ങും ഇതാണ് പ്രശ്നം. ചെറിയ രീതിയിലാണ് മദ്യം കഴിച്ചിരിക്കുന്നെങ്കിൽ നമുക്കൊരു ഓവർ കോൺഫിഡൻസാ.